കേരളത്തിൽ എന്തായാലും ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തുവാൻ BJP ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇല്ല, അതിപ്പോഴും ഒരു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത്. വിജയം കാണുന്നില്ല. കാരണം സഭകളൊക്കെ അനുകൂലമായിട്ട് വന്നാലും ചില പ്രശ്നങ്ങളുണ്ടല്ലോ, സംഘപരിവാറിൻ്റെ ചില നടപടികളൊക്കെ. താങ്കൾ അതിനെക്കുറിച്ച് വ്യാകുലനല്ലേ? ഇവിടെ നമ്മളിപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ സിറിയയിൽ എന്താ നടക്കുന്നത്, ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്, പാകിസ്ഥാനിൽ എന്താ നടക്കുന്നത്? ഇവിടെയൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആക്രമിക്കപ്പെടുന്നില്ലേ? മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അങ്ങിങ്ങായിട്ട് ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടത്. പക്ഷേ അത് കുറേയൊക്കെ മാധ്യമങ്ങൾ അതിനെ സൃഷ്ടിച്ചെടുത്ത് വളച്ചൊടിച്ചൊക്കെ അത് പ്രസിദ്ധപ്പെടുത്തുന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും പള്ളികളോ അമ്പലങ്ങളോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം കേരളം ഭരിക്കുന്നത് LDF ആണ്, അല്ല UDF ആയിരുന്നു. അങ്ങനെ മാറി മാറി ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ഇല്ലേ, മറ്റു പാർട്ടികളില്ലേ? എന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റുന്നില്ല? അതുകൊണ്ട് LDF ഭരിച്ചതുകൊണ്ട് സഭകൾ പറയുന്നത്, അവർ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് BJPയോട് എതിർപ്പില്ല, മോദിയോട് എതിർപ്പില്ല, അവരെയൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ക്രൈസ്തവ വൈദികർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, പള്ളികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഞങ്ങൾക്ക് അതിനോട് യോജിച്ചു പോകാൻ പറ്റില്ല, ഇത് മാത്രമാണ് എതിർപ്പെന്ന്. അപ്പോൾ ഈ എതിർപ്പ് താങ്കൾക്കില്ലേ എന്നുള്ളത്? നമുക്ക് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നതിന്, എത്യോപ്യയിൽ നടക്കുന്ന, ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്താൽ എന്തെങ്കിലും പരിഹാരമുണ്ടാവോ? ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ NDAയുടെ ഒരു ഭാഗമായി മാറി. ഇന്ന് വരെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു പള്ളികളും അമ്പലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല, ഒരു സമുദായങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും. കാരണം നമ്മൾ ഒരിക്കലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാലും അൺകണ്ടീഷണലായിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിപ്പോ ഇനിയിപ്പോ LDF ആയാലും ശരി, UDF ആയാലും ശരി, അവർ ചെയ്യുന്ന ദുഷ്ടതരങ്ങൾ പുറത്ത് കാണിക്കുക, ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ താങ്കൾ ആദ്യമേ പറഞ്ഞു ഞാനൊരു വ്യവസായിയാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എന്ന്. ഈ വ്യവസായികളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന രീതിയിൽ ഇപ്പോൾ BJP കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൂടിയാകില്ലേ ഇത്, ഈ ബന്ധം? അല്ല, ഇതിൽ വ്യവസായവും ഈ രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധമുള്ളത്? പലരും വിചാരിക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ NDA ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് വ്യവസായി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യവസായം നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ലൈസൻസും ആവശ്യമില്ല. ഒരപേക്ഷ പോലും കേന്ദ്ര ഗവൺമെന്റിൽ കൊടുക്കേണ്ടതായിട്ടില്ല. ED ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അല്ല, ഇതില് നമ്മൾ വിചാരിക്കുന്നതേ എന്തെങ്കിലും രീതിയിൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നവർക്കല്ലേ ഇങ്ങനെയുള്ള ആളുകളെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഞങ്ങളുടെ വ്യവസായം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയിൽ 100% നിയമങ്ങൾ എന്താണോ ബൈബിൾ എടുത്തു വെച്ചാൽ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് 21 കേരളത്തിലുള്ള എല്ലാ ഏജൻസികളെ വെച്ചിട്ട് പരിശോധിച്ചിട്ടും ഒരു മൈനർ മിസ്റ്റേക്ക് പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് പിണറായി എന്ന്. ഇനിയിപ്പോ കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ ED എന്ന് പറയുന്നത് ആര് കയറി വേണമെങ്കിലും പരിശോധിച്ചോട്ടെ. കഴിഞ്ഞ തവണ ഈ പറയുന്ന ഒരു മാസം മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച ED അല്ല, ഇനിയിപ്പോ ഞാൻ NDA ചേർന്നു എന്ന് വെച്ചിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ED വരണമെന്ന് തന്നെയാണ് പറയുന്നത്. പരിശോധിക്കട്ടെ. കാരണം തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നയമല്ല 2020ക്കും എനിക്കുമുള്ളത്. പിണറായി വിജയൻ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇപ്പോ ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട സാഹചര്യം എന്തുകൊണ്ടാവുന്നത്? അതിൽ വലിയൊരു ദ്രോഹം എന്താ ഉണ്ടാകേണ്ടത്? കേരളത്തിന് 50,000 തൊഴിലുകൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? പിണറായി കാരണമാണ്. സംശയം എന്താ? അല്ലെങ്കിൽ ഇപ്പോ 1968 ഏതാണ്ട് 60 വർഷത്തോളമായിട്ട് നടക്കുന്ന സ്ഥാപനം അതുവരെ ഒരു പരാതിയുമില്ല. 21 രണ്ടാം പിണറായി സർക്കാർ വരുന്നു, എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 2 ദിവസത്തിനുള്ളിൽ തുടർച്ചയായിട്ട് ഒരു മാസത്തേക്ക് എന്നെ റെയ്ഡ് ചെയ്യുക. മൃഗസംരക്ഷണ വകുപ്പ് ഒഴിച്ച് എല്ലാവരും എന്നെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? പെരിയാർ വാലി കയറി റെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. പെരിയാർ വാലിക്കും വ്യവസായമായിട്ട് എന്താ ബന്ധം? അപ്പൊ ഏതെല്ലാം രീതിയിൽ ആ സ്ഥാപനത്തെ ഇല്ലാതെയാക്കാൻ പറ്റുമോ, എന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള അവർ ശ്രമിച്ചു.
പക്ഷേ താങ്കളുമായിട്ട് നല്ല ബന്ധമുള്ളയാളായിരുന്നു പിണറായി വിജയൻ, താങ്കളുടെ കുടുംബവുമായിട്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി രാഷ്ട്രീയമാണത്. ബന്ധം അവർക്ക് സെക്കൻഡറിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ മുന്നിൽ കാണുന്ന ആളുകളാണ്. അപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ത് വൃത്തികേടുകളും അവർ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ആ ബന്ധം ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.